ചെങ്ങന്നൂരിൽ ബിജെപിയുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന ജി സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ജി സുധാകരന്റെ പരാമർശം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ്. അദ്ദേഹത്തെ ഒരു പരിപാടിയിലും അവഗണിച്ചിട്ടില്ല. ജി സുധാകരനോട് വ്യക്തിപരമായ സ്നേഹം മരിക്കും വരെ ഉണ്ടാകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ബി.ജെ.പി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ആ വസ്തുത പരിശോധിക്കുക. അത് പരിശോധിക്കാൻ തയ്യാറാകാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഞങ്ങൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയത്തുമില്ല, പറയേണ്ട കാര്യമില്ല. ജി സുധാകരനെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ ഒരു നേതാവും വിളിക്കണ്ട. ഞങ്ങളുടെ ഈ മിനിഞ്ഞാന്ന് വരെ ഞങ്ങളുടെ എല്ലാം നേതാവായിരുന്നത്. മിനിഞ്ഞാന്ന് വരെ ഞങ്ങളെ എല്ലാം നയിച്ച നേതാവാണ്. ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ പാർട്ടി കമ്മിറ്റിയിലോ അല്ല പാർട്ടിയുടെ സംഘടനാപരമായ ദൗത്യങ്ങളോ ഏറ്റെടുക്കാൻ ഒരാളുടെയും പെർമിഷൻ ജി സുധാകരന് വേണ്ട. അതിനുള്ള അധികാരവും അതിനുള്ള ആർജവും അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് വരെ. പറയട്ടെ, വ്യക്തിപരമായ സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. ജി സുധാകരനോടുള്ള വ്യക്തിപരമായ സ്നേഹം എന്നും നിൽക്കും. അത് മരിക്കുന്നവരാണ്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. ഫൈസൽ, എങ്ങനെയാണ് സജി ചെറിയാൻ ജി സുധാകരന് മറുപടി നൽകുന്നത്? അനീഷ, ഇന്നലെ രാത്രി നൽകിയ പ്രതികരണം, ജി സുധാകരന്റെ പ്രതികരണത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചെങ്ങന്നൂരിൽ ഈ ബി.ജെ.പിക്ക് വോട്ട് കൂടി, അത് CPM-ന്റെ മണ്ഡലമായിരുന്നിട്ട് കൂടി വോട്ട് കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു മറുപടിയായിട്ടാണ് സജി ചെറിയാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് CPM-നാണ് അവിടെ വോട്ട് കൂടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു മണ്ഡലമായിട്ട് കൂടി CPM അവിടെ നിന്ന് പൊരുതി അതിന് അവിടെ വോട്ട് വർദ്ധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ജി സുധാകരന്റെ പ്രസ്താവന അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാനില്ല, അത് പാർട്ടിയുടെ നയമല്ല, അങ്ങനെ ഒരു അധിക്ഷേപിക്കുകയും ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായ ബന്ധം, അത് ജി സുധാകരനോടുള്ള വ്യക്തിപരമായ ബന്ധം അത് മരിക്കും വരെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഈ പാർട്ടിയുമായി അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ പരിപാടിയിലേക്കൊന്നും ക്ഷണിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ എല്ലാം നേതാവായിരുന്നു അദ്ദേഹം. ഇപ്പോഴാണ് മിനിഞ്ഞാന്ന് വരെ നമ്മുടെ എല്ലാം നേതാവായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുമ്പായാലും അദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എല്ലാവരും നേതാവ്, എല്ലാ പാർട്ടി പരിപാടിയിലും പങ്കെടുക്കേണ്ട ആളാണ്. ഇപ്പോഴാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്.